ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പേടിയാവുന്നു. എന്നെ നാഗം കൊല്ലോ? അങ്ങനൊന്നും ചിന്തിക്കാതെ മോളെ, വഴിയുണ്ടാക്കാന്ന് മുത്തശ്ശി പറഞ്ഞതല്ലേ. ഇതിനൊക്കെ ആചാരപരമായ മാർഗങ്ങളേ ഉള്ളൂ. നമുക്കത് തന്നെ നോക്കാം കേട്ടോ. പേടിക്കാതെ. നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള നമ്മുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന. നാഗദൈവങ്ങൾക്ക് അർപ്പിച്ച ഈ മഞ്ഞള് നമ്മൾ താലിയിൽ അണിയണം. അത് ഐശ്വര്യ. അമ്മ ആദ്യമായിട്ട് ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയപ്പോ ചുറ്റുമുള്ളവര് നാഗദൈവങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞു. വല്ലാതെ പേടിപ്പിച്ചു. അപ്പൊ അമ്മ ചെയ്ത എന്താന്നറിയോ? അവര് പറയുന്ന ഓരോ വാക്കിനും ഒരു 100 ആവർത്തി പ്രാർത്ഥിച്ചു. ഇതുപോലെ നാഗത്തറയിൽ വിളക്ക് വെച്ചും അനുഗ്രഹിച്ചു കിട്ടിയ മഞ്ഞൾ എടുത്തണിഞ്ഞും താലി ഭദ്രമായിട്ട് സൂക്ഷിച്ചു. അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മ കുട്ടിക്ക് പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. അത് മോള് മനസ്സർപ്പിച്ച് അങ്ങോട്ട് ചെയ്താ മതി. ഈ പേടിയൊക്കെ മാറി എന്റെ കുട്ടി ഐശ്വര്യത്തിന്റെ കെടാവിളക്ക് മാതിരിയാകും കേട്ടോ. മോളെ, ആ താലിമാല ഇങ്ങോട്ടെടുത്തേ. അയ്യോ, എന്റെ നാഗദൈവങ്ങളെ! അയ്യോ, 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 പാമ്പ്! 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 അയ്യോ, ആരെങ്കിലും വരണേ! പാമ്പ്! 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 അയ്യോ മോളെ, മോളെ എന്തു പറ്റി മോളെ? ഗാഥ മോളെ, മോളെ ഗാഥ മോളെ, മോളെ ഗാഥേ, മോളെ മോളെ എഴുന്നേക്ക്. മോളെ നിർമ്മലേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മോളെ മോളെ, മോളെ ഗാഥ മോളെ, മോളെ മോളെ. ഇതെന്ത് കണ്ടിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. മോളെ, ഗാഥ മോളെ, മോളെ മോളെ, മോളെ ഗാഥ മോളെ, മോളെ, ഇതാ മോളെ, ഗാഥ മോളെ, 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 കണ്ണു തുറക്ക്. മുത്തശ്ശി, എന്താ മോളെ? എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. ഗാഥ മോളെ, പാമ്പ്! പാമ്പൊന്നുമില്ല മോളെ, ഒന്നുമില്ല. പാമ്പൊന്നുമില്ല. ഇതിപ്പോ വല്ലാത്ത ഭ്രാന്തായല്ലോ. ആ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ അതിനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടാ പിന്നെ എങ്ങനെയാ പറയാതിരിക്കുക? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിർമ്മലെ? മോളെ, ഗാഥ മോളെ. ശാപങ്ങളൊക്കെ മാറി ഇനി ഒരു നാഗവും എന്റെ മുന്നിലേക്ക് വരില്ല എന്ന് എല്ലാവരും ആവർത്തിച്ച് പറയാറില്ലേ? ഞാൻ എങ്ങനെയാ വീട്ടിൽ കഴിയുന്നത്? എന്ത് ധൈര്യത്തിലാ ഒന്ന് കിടന്നുറങ്ങുന്നത്? നാഗത്തിനെ കണ്ടു എന്ന് പറയുന്നത് തോന്നല് വല്ലതും ആണോ? തോന്നലൊന്നും അല്ല അമ്മേ, ഞാനും കണ്ടതാ. നാഗത്തറയിൽ നിന്ന് നാഗം ഗാഥമോളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ശാപം തീർന്നൊക്കെ സിദ്ധം പറഞ്ഞത് വെറുതെ അല്ലേ? ഗാഥയ്ക്ക് പിന്നാലെ ഇപ്പൊ നാഗമുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ കൊത്തിക്കൊല്ലെന്ന് മാത്രം അറിഞ്ഞാ മതി. നിർമ്മലേ, മുത്തശ്ശി ഇങ്ങനെ അമ്മയോട് ബഹളം വെച്ചിട്ട് എന്തിനാ? അമ്മയാണോ നാഗത്തിനെ ഇറക്കിക്കൊണ്ടുവന്നേ? ദൈവങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെ എല്ലാവരും വലിയ വായിൽ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ദൈവങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെയൊക്കെ അങ്ങ് പുറത്തിറക്കി വിട്ടൂടെ?
അതെന്റെ മോള് പറഞ്ഞത് കാര്യം. ആ. ബാക്കിയുള്ളവർക്ക് തടിയെങ്കിലും രക്ഷിക്കാലോ. ആ. നിർമ്മലേ, മോള് വല്ലാണ്ട് പേടിച്ചിരിക്കുക. നിങ്ങളൊന്ന് പോയേ. ഓ, ഞങ്ങൾ ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് പേടി കൂടണ്ട. എന്തായാലും സുമിത്ര അമ്മയും കൂടെ പരിശ്രമിച്ചിട്ട് ഇത്രയൊക്കെ പേടി മാറിയല്ലോ. സന്തോഷം. നീ വാടി മോളെ. മോളെ, എന്റെ അടുത്തൊന്നും പറ്റിയ അബദ്ധം അമ്മേ. നാഗത്തറയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മോളെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനാ. നല്ലത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പോ കൂടുതൽ പേടിക്കാനുള്ള കാര്യായി. ഇതിനൊരു പരിഹാരമില്ലേ അമ്മേ? വേണം. എന്നേക്കുമായി ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ഞാനിപ്പോ വരാം. അമ്മേ, എനിക്ക് പേടിയാവുന്നു. എന്നെ നാഗം കൊല്ലോ? അങ്ങനൊന്നും ചിന്തിക്കാതെ മോളെ. വഴിയുണ്ടാക്കാന്ന് മുത്തശ്ശി പറഞ്ഞതല്ലേ. ഇതിനൊക്കെ ആചാരപരമായ മാർഗങ്ങളേ ഉള്ളൂ. നമുക്കത് തന്നെ നോക്കാം കേട്ടോ. പേടിക്കാതെ. നന്ദ, നവീന്റെ ജീവിതത്തില് ഗാഥയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലേ? അവരൊന്നിച്ച് ജീവിക്കാൻ നാഗദൈവങ്ങൾക്ക് സമ്മതമില്ല. അതാ ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നേ. ഗാഥ നവീന്റെ കൂടെ ജീവിക്കാൻ ശ്രമിച്ചാലും അതിന് വാഴ്വുണ്ടാവില്ലെന്ന് നമുക്കറിയാലോ അമ്മേ. കൃഷ്ണയല്ലേ അവന്റെ പെണ്ണ്? കൃഷ്ണയല്ലേ നാഗപ്രീതിയുള്ള കുട്ടി? അവളല്ലേ തറവാടിന്റെ ശാപം മാറ്റി തന്നത്? പക്ഷേ ഇത് നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ അറിയൂ. ബാക്കിയുള്ളവരോ? വിളിച്ചു ചോദിക്കുമ്പോ കൃഷ്ണ ഒരു സമ്മതെങ്കിലും പറഞ്ഞിരുന്നെങ്കില് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കായിരുന്നു. ഇതിപ്പോ ഗാഥയുടെ ജീവിതം മാത്രമല്ല, നവീന്റെ ജീവിതവും പരീക്ഷിക്കപ്പെടില്ലേ അമ്മേ? കൃഷ്ണയെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ മനസ്സിലും നവീനോട് ഇഷ്ടമുണ്ടാവാം. ഈ തറവാട്ടിൽ നിൽക്കാനുള്ള കൊതിയും ഉണ്ടാവാം. പക്ഷേ എല്ലാവരും കൂടി അതിനെ ഒരു പരീക്ഷണ വസ്തുവാക്കി വെച്ചിരിക്കുമല്ലേ. സിത്താരയെ പേടിക്കണം, ഗാഥയെ പേടിക്കണം, പിന്നെ ഗാഥ അവളുടെ സഹോദരിയാണെന്നുള്ള തിരിച്ചറിവ്. നല്ലത് മാത്രം ചിന്തിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് പിന്നോട്ട് പോകാൻ അതൊക്കെ പോരേ നന്ദ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ സങ്കടം തീരില്ലല്ലോ അമ്മേ. എന്നായാലും കൃഷ്ണമോള് നവീന്റെ ജീവിതത്തിലേക്ക് വന്നല്ലേ പറ്റൂ. അവരൊന്നിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ഇനി ഒരിക്കല് നാഗദർശനം ഉണ്ടായാല് അതിന്റെ സ്വഭാവം എന്തായിരിക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ പേടിപ്പിക്കുന്നതേ ഉള്ളൂ. സർപ്പശാപം തീർന്നിട്ടും വേറൊരു പെൺകുട്ടിയുടെ മരണം കൂടി കാണേണ്ടി വരുമോ? അമ്മ പേടിക്കാതിരിക്കെ. നാഗദൈവങ്ങൾക്ക് കളം വരയ്ക്കുന്ന പോലെ തന്നെയാ അവര് നമുക്ക് കാട്ടിത്തരുന്ന ചില വഴികള്. ചുറ്റിപ്പണിഞ്ഞ് നടന്ന് അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തും. ആ, കൃഷ്ണമോളുടെ മനസ്സ് മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കാം നമുക്ക്.